സോ വെൽക്കം ടു കോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മുടെ കോഡിൽ നമ്മുടെ കോഴ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ നമ്മള് വളരെ വലിയൊരു കൺസേണുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ കിരൺ സാർ. ഇപ്പൊ സാറ് ഇപ്പം നെക്സ്റ്റ് അക്കാഡമിക് ഇയർ എന്തായാലും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മെയ് ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കോടുകൂടി നമ്മുടെ അടുത്ത ബാച്ച് റണ്ണിങ്ങിലേക്ക് വരാൻ പോവുകയാണ്. അതെ, ഒരു മെയിൻ കൺസേൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജനറലി കുട്ടികളുടെ കോൺസെപ്റ്റ് ബിൽഡിംഗ് അല്ലെങ്കിൽ ക്വാളിറ്റി വളരെ കുറഞ്ഞു വരികയാണ്. കാരണം എന്താ വെച്ചാൽ റിപ്പീറ്ററിൽ ഈ കുട്ടി എത്തുമ്പോഴേക്കും +1 +2 പറഞ്ഞ കുട്ടി എത്തുമ്പോഴേക്കും ഇത് ഞങ്ങൾക്ക് +1 പഠിക്കുന്ന കാര്യങ്ങളാണോ +2 പഠിക്കുന്ന കാര്യങ്ങളാണോ, ഞങ്ങൾക്ക് ഓൾറെഡി പഠിക്കാൻ ഉണ്ടായിരുന്നതാണോ, അല്ലെങ്കിൽ ഇത് സാറ് വെറുതെ ക്ലാസ്സിൽ പറഞ്ഞ പല പല കൺസേൺസ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന് എവിടെ നിന്ന് എന്ത് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും, അതാണ് ഫസ്റ്റ് നമുക്ക് അറിയേണ്ട കാര്യം. ഓക്കെ, നമ്മൾ ഈ പറയുന്ന കേരളത്തിലെ മെജോറിറ്റി ഓഫ് കുട്ടികളുടെയും ആറ്റിറ്റ്യൂഡിൽ വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമ്മുടെ മേജർ കൺസേൺ ആയിട്ട് വരുന്നത്. ആക്ച്വലി നമുക്ക് ഈ പറയുന്ന റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് ആയിക്കാളും ഇപ്പം റിപ്പീറ്റേഴ്സ് മാത്രമല്ല, റിപ്പീറ്റ് ചെയ്യുന്നവരെക്കാട്ടിലും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് കൂടി വരുന്നത്. നമ്മൾ ഈ വർഷങ്ങൾ കളയാനുള്ളൊരു കാരണമുണ്ട്. അത് കുട്ടികളും അതേപോലെ തന്നെ പാരന്റ്സും തിരിച്ചറിയാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. അത് ഇപ്പോ എന്റെ ഒരു ഒബ്സർവേഷൻ പ്രകാരം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 3 to 4 years മുമ്പ് വരെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും പല പേരുകളിലുള്ള പല അധ്യാപകരുള്ള പല എമിനന്റ് അധ്യാപകരുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയൊക്കെ എണ്ണം ഇപ്പോൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. വളരെ അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും വാശിയോടെ പരിശ്രമിക്കുകയായിരുന്നു, അതായത് റിസൾട്ടിന് വേണ്ടി. അതായത് എന്റെ കുട്ടി ഫസ്റ്റ് ആവണം, എന്റെ കുട്ടിക്കാണ് എന്ത് കിട്ടേണ്ടത്, നീറ്റിൽ ഫസ്റ്റ് റാങ്ക് കിട്ടേണ്ടത് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു എന്താ പറയുക, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഇപ്പം മാറി. അതാണ് ഏറ്റവും ഡേഞ്ചറസ്. ഞാനിത് എല്ലാ ആൾക്കാരോടുമായിട്ട് പറയുകയാണ്, ആ ഒരു സിറ്റുവേഷൻ മാറിയത് വളരെ ഡേഞ്ചറസ്. അതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ട്രെൻഡ് ചേഞ്ച് ചെയ്തു. ഇന്ന് പ്യുവർലി ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്തു. പ്യുവർലി ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ കയ്യിൽ 1000 കുട്ടി, എന്റെ കയ്യിൽ 2000 കുട്ടി, എന്റെ കയ്യിൽ 4000 കുട്ടി എന്ന് പറയുന്ന നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തു. ആരുടെ കയ്യിലാണോ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉള്ളത് അവരാണ് ദ ടോപ്പേഴ്സ് എന്നാണ് കരുതുന്നത്. അത് മാറണം. ആരുടെ കയ്യിലാണോ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് എന്നല്ല, ആർക്കാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളതാണ്. അത് പല രീതിയിലൊക്കെ അത് ഫേക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് ആൾക്കാർ മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ വളരെ എമിനന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ്, അതായത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ വീഡിയോസിലൊക്കെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ +2 കഴിയുന്ന ഒരു ശരാശരി നമ്മുടെ കേരളത്തിലുള്ള ഒരു സ്റ്റുഡന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് കേരളം വിട്ടുപോവുക. കേരളം വിട്ടുപോകാൻ ഒരു കാരണമുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഇതിനൊരു കണ്ടിന്യൂസ് ചെയിൻ പ്രോസസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അതായത് ഈ കുട്ടി 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും 10ാം ക്ലാസ്സിൽ എങ്ങനെയെങ്കിലും പഠിച്ച് അവനൊരു നല്ല മാർക്ക് കിട്ടുന്നു. അതിന് പല റീസൺസ് ഉണ്ട് കേട്ടോ, ഒരു ആഡ് ഓൺ റീസൺസ് ആണ് ഇതൊക്കെ. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യുന്നു, 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങുന്നു, പാസ്സായി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നു, +1 ചേരുന്നു. അപ്പൊ അവന് സ്ട്രീംസ് ആണ്, അതായത് ബയോളജി സയൻസ് എടുക്കണോ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ ഏതാണെന്ന് അവന് തീരുമാനം, ഹ്യൂമാനിറ്റീസ് എടുക്കാം. അത് അവൻ എടുക്കുന്നു, സയൻസ് എടുക്കുന്നു. സയൻസ് എടുത്തതിന് ശേഷം പിന്നീട് കുട്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ക്ലാസ്സസ്. അതായത് എന്താണ്, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ്സസ്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ്, അല്ലെങ്കിൽ വളരെ ചീപ്പ് ആയിട്ടുള്ള ക്ലാസ്സസ്, വളരെ എമൗണ്ട് കുറഞ്ഞിട്ടുള്ള ക്ലാസ്സസ്, ഇങ്ങനെ പറഞ്ഞ് കുട്ടീനെ അട്രാക്ട് ചെയ്യുന്നു. കുട്ടി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ക്വാക്ക്മെയർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അവരുടെ ആ ഒരു കരാളഹസ്തങ്ങളിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാണ്, വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് അവിടെ നിന്നുള്ള ഒരു എഴുന്നേറ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അത് ഭയങ്കര പ്രശ്നമാണ്. കുട്ടി എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ചീപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുന്നു. അതിന്റെ കൂടെ തന്നെ മെയിൻ പഠിക്കാനുള്ളത് തലേന്നാണ്. അതായത് പഠിക്കാൻ ഇരിക്കുന്നതേ തലേന്നാണ്. അതായത് സ്കൂളിലെ പ്രോഗ്രാംസ്, എനിക്ക് ഏറ്റവും രസകരമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടാവും, സ്കൂളിലൊരു ഓണാഘോഷം ഉണ്ടാവും, പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഓണാഘോഷം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ വീട്ടിന്റെ അടുത്തൊരു അസോസിയേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഓണാഘോഷം ഉണ്ടാവും. ഓണം തന്നെ ഒരു മാസത്തോളം അവർ റൺ ചെയ്യും. അപ്പം ഞാനത് തെറ്റാണെന്നല്ല പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒരു കുട്ടി ഈ പറയുന്ന പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷന് വേണ്ടി തന്നെ ഒരാഴ്ചയോളം കളയും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് അവരെ എന്റർടൈൻ ചെയ്യിക്കുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ്.
ഇത് പാരന്റ്സ് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ തലേദിവസത്തെ മാരത്തോൺ ഞങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളും ഈ പറയുന്ന ഒഴുക്കിനനുസരിച്ച് ഓടിയിട്ട് ഇതിലൊരു മാറ്റം കൊണ്ടുവരണമെന്ന് കരുതുന്ന ആൾക്കാരാണ് ഈ പറയുന്ന കോഡിലുള്ള എല്ലാ ആൾക്കാരും. കോഡിലുള്ള മെജോറിറ്റി ഓഫ് ടീച്ചേഴ്സിനും ഈ ഒരു കാര്യം അറിയാം. അതായത് നമ്മൾ ഒഴുക്കിനെതിരെ നീന്തി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എത്തിപ്പെടണമെന്നില്ല. അപ്പൊ നമ്മൾ എന്താണ് ഇപ്പോഴത്തെ സിനാരിയോ എന്താണോ അതേപോലെ പോയിട്ട് പതിയെ എന്താണ് ഒരു അവയർനെസ് കൊണ്ടുവന്ന് അതിലൊരു മാറ്റം വരുത്തണമെന്ന് കരുതുന്ന ആൾക്കാരാണ്. അപ്പൊ പാരന്റ്സിന് ഇപ്പൊ ഒരു തോട്ട് വന്നിട്ടുണ്ട്. അതായത് വളരെ സിമ്പിൾ, കുറച്ച് പൈസയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടിയെ പഠിപ്പിച്ച് +2 കഴിച്ച് വിടാമെന്നുള്ളത്. പക്ഷെ അവൻ എന്താണ് പഠിക്കുന്നത് അത് ജസ്റ്റ് പാരന്റ്സ് ഒന്ന് ചിന്തിക്കേണ്ടതാണ് അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. ട്രെൻഡിന് തലേന്ന് പഠിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കൺസേൺ ആണ്. അത് ചിലപ്പോ +1 ബോർഡ് എക്സാമിന് നടക്കുമായിരിക്കും. പക്ഷെ നിങ്ങളൊരു ലോങ് ടേം റണ്ണില് ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്ന ഒരിക്കലും നടക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇതേ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റും. നമുക്ക് തലേന്ന് പഠിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ലോങ് ടേം റണ്ണിൽ ഇറ്റ് ഈസ് വേസ്റ്റ്, പ്യൂർലി വേസ്റ്റ് ആണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം. കാര്യം മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയിലെ സാധനം കുറച്ച് നേരത്തെ വരണം. അല്ലാതെ ഈ സാധനം പഠിക്കൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല, ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാരത്തോൺസ് നടന്നപ്പോ ഈ വർഷത്തെ മാരത്തോൺസ് നടക്കുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ എന്താണ് പല ആൾക്കാരുടെയും ചാനൽസിൽ കൂടെ ഒന്ന് പോയി. ഈ മാരത്തോണിന്റെ അകത്ത് ആ കമന്റ് ബോക്സ് ജസ്റ്റ് എന്താണ് പാരന്റ്സ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. കമന്റ് ബോക്സ് മാത്രം ഒന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഈ പറയുന്ന ആൾക്കാർ ചെയ്യുന്നത് എന്താണ്. എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇത് എക്സാമിന്റെ തലേ ദിവസവും കൂടെ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകും. ഞങ്ങള് പിന്നെ കുട്ടികളെ പേടിപ്പിക്കുന്ന ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. സയൻസ് ഭയങ്കര ടഫായിട്ടുള്ള സാധനമാണ്. അല്ല, ഒരിക്കലും അല്ല കേട്ടോ. ഒന്നാമത്തെ ദിവസം തൊട്ട് കുറച്ചെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ളവനാണെങ്കിൽ അവന് വളരെ ഈസി ആയിട്ട് ബുദ്ധിമുട്ടാണ്. +1 +2 പോകുമ്പോഴേക്കും വലിയ ഭയങ്കര സംഭവമാണ്. അല്ല, അതങ്ങനെ ആക്കി മാറ്റിയതാണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കുട്ടികളുടെ ഉള്ളിൽ ഒരു ഭയം, കുട്ടികളുടെ ഉള്ളിലേക്ക് സ്ട്രെസ്, ഇതൊക്കെ കുത്തിത്തിരികെ കയറ്റുകയാണ്. അവൻ ആ ഒരു ചിന്ത ഇല്ലാത്തവന്റെ ഉള്ളിലേക്ക് ആ ചിന്ത കൊണ്ടുവരികയാണ്. അങ്ങനെ അതൊരു എന്താ പറയാ, അതൊരു സ്ട്രാറ്റജി ആയിട്ട് ഇറക്കിയിട്ട് അവരങ്ങനെ യൂസ് ചെയ്യണം. അപ്പം അതിലൊന്നും പോയിട്ട് പെടാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. പിന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നീറ്റില് റാങ്ക് വാങ്ങിക്കുന്നത് റിപ്പീറ്റേഴ്സ് ആണോ എന്ന് വെച്ചാൽ അല്ല, റിപ്പീറ്റർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ചിലപ്പോൾ അതും കഴിഞ്ഞ ഒരു 3 years പഠിച്ച ആളൊക്കെ ആയിരിക്കും ചിലപ്പോൾ റാങ്ക് വാങ്ങിക്കുക. അതിന് കാരണം ഇത്രേ ഉള്ളൂ, +1 നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല, +2 നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. ആദ്യത്തെ റിപ്പീറ്റിംഗിൽ ചിലപ്പോൾ +1 നന്നായിട്ട് പഠിക്കും, സെക്കൻഡ് റിപ്പീറ്റിംഗിൽ +2 നന്നായിട്ട് പഠിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നീറ്റ് എഴുതിയിട്ട് എന്തിനാണ് ഈ വർഷങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്? ഓക്കെ, ശരി, നിങ്ങൾ +1 +2 ഒരു ആവറേജ് ആയിട്ട് പഠിച്ചു, ഒരു വർഷം നിങ്ങൾ എന്താണ് ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്യാണ്. വെരി ഗുഡ്. നിങ്ങൾ അതിൽ എന്താണ് എഴുതിയെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, നല്ലൊരു റാങ്ക് വാങ്ങിയിട്ട് ഏതെങ്കിലും ഒരു നല്ല പ്രൊഫഷണൽ കോഴ്സിന് ജോയിൻ ചെയ്യും. അതെ, പക്ഷെ അങ്ങനെ ആ ട്രെൻഡിൽ നിന്നൊക്കെ ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട്. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് +2 കൂടെ തന്നെ ഏറ്റവും സേഫും നല്ലതും തന്നെ. കാരണം +2 ആവശ്യത്തിലധികം പഠിക്കാൻ സമയമുണ്ട്, പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യാം. അതാണ് നമ്മളുടെ എന്താ പറയാ എൻട്രൻസ് ഓറിയന്റഡ് ബാച്ചിൽ പ്ലാൻ ചെയ്യുന്നത്. അത് തന്നെയാണ്. അതായത് ഈവനിങ് ഒരു 5 PM to 7 PM ഈ കുട്ടികളെ ഡെയിലി ബേസിസിൽ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഷുവർ ഫസ്റ്റ് ചാൻസിൽ നീറ്റ് അല്ലെങ്കിൽ JEE ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കുട്ടികളെ ട്രെയിൻ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. നമ്മളിപ്പം ആ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കുട്ടികൾ കൃത്യം എന്താണ് ആ ഒരു പാറ്റേണിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും. സ്കൂളിൽ നിന്ന് എത്തി 5 to 5:15 വരെയുള്ള ആ ഒരു എക്സാംസ്, അതായത് ആ ഒരു 15 minutes എക്സാംസ് എഴുതി, അതെ, അതിനുശേഷം 7 മണി കഴിഞ്ഞിട്ട്, ഇപ്പോഴാണെങ്കിൽ കുട്ടികൾ 7 മണി കഴിഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഡൗട്ട് ക്ലിയർ ചെയ്ത് അടുത്തയിലേക്ക് പോയി അങ്ങനെയൊക്കെ ചെയ്തു പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ പ്രീ പ്ലാൻഡ് ആണ്. അതെ, പ്രീ പ്ലാൻഡ് ആവണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല, അത് അതിന്റെ ഉത്തരം അങ്ങനെയല്ല. പ്ലാൻഡ് ആയിരിക്കണം. പ്ലാൻഡ് അല്ലാത്ത കുറെ ആൾക്കാർ വേറെ ചില പ്ലാനിങ്സ് വയ്ക്കും. +2 കഴിയുന്നു, എന്താ പറയാ, പുറം രാജ്യങ്ങളിലേക്ക് എന്താണ് ചേക്കേറാം, അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കോഴ്സ് എടുക്കാം, എന്നിട്ട് അവിടെ എന്തെങ്കിലും പാർട്ട് ടൈം ജോബ് ചെയ്യാം. ഇതൊന്നും തെറ്റല്ല, അവരുടെ ഇത് തെറ്റല്ല. പക്ഷെ പേടിച്ചു പോകരുത്. സയൻസ് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ പറഞ്ഞ ആരെങ്കിലും പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ല. +2 ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. ബുദ്ധിമുട്ടിന്റെ പരിപാടിയില്ല. കാര്യം അറിയാം എന്നുണ്ടെങ്കിൽ
ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ നീറ്റ് എക്സാം ആണെങ്കിൽ ഇപ്പോ ടോപ്പിക്സും കുറച്ച് കൊടുത്തിട്ടുണ്ട്. ടോപ്പിക്സ് കുറച്ച് എളുപ്പമായിട്ട് അതെ, ഓരോ വർഷം കഴിയും തോറും ഈസി ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കൺസേൺ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട്. അത് കുറെ ആൾക്കാർ അത് അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല, കണ്ടിട്ടും കാണാത്തതുപോലെ ഇരിക്കുന്നു. നെവർ, നമ്മൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ കാണുന്ന കാര്യങ്ങൾ അത് ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നിങ്ങളിലേക്ക് കൊണ്ടുവരും. ഈ ഒരു കൺസേൺ കേരളത്തിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. വി മസ്റ്റ് ചേഞ്ച്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് സഡൻ ക്വിക്ക് ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. എത്രയും പെട്ടെന്ന് ഈ ഒരു ട്രെൻഡിൽ ചേഞ്ച് വരുത്തണം. എന്താണ്, കുട്ടികള് നമ്മുടെ ടീച്ചേഴ്സുമായിട്ട് തന്നെ ഇന്ററാക്ട് ചെയ്യണം. നേരത്തെ മുതലേ പഠിച്ചു തുടങ്ങണം. അതെ, ശീലം കൊണ്ട്. അതെ, അറിയാത്തത് ചോദിക്കാൻ മടിക്കാതിരിക്കുക, എണീറ്റെന്ന് ചോദിക്കുക. അതെ, നമ്മൾ എന്തുകൊണ്ട് കുട്ടികൾ മടിക്കുന്നു, കുട്ടികൾ എന്തുകൊണ്ട് ഡൗട്ട് ചോദിക്കാൻ മടിക്കുന്നു? 1000 കുട്ടി ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു 100 കുട്ടി ഇരിക്കുന്ന ക്ലാസ് റൂമിലെ ഒരു കുട്ടി എന്താണ് എങ്ങനെയാണ് ഈ പറയുന്ന അധ്യാപകനോട് ഡൗട്ട് ചോദിക്കുക? 100 പേർക്ക് 100 ഡൗട്ട് ആയിരിക്കും ചിലപ്പോൾ, അല്ലെ? അപ്പം ഈ ഒരു എന്താ പറയുക, ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആകുമ്പോഴത്തേക്കും കുറെ കൂടി ഈസി ആയിരിക്കും. അധ്യാപകനെ കുട്ടിയുടെ പേരറിയായിരിക്കും. ഇത് ഈ 100 കുട്ടിക്ക് കുട്ടിയുടെ പേര് പഠിച്ചു വരുമ്പോൾ വർഷം കഴിയും. അപ്പം അങ്ങനത്തെ ട്രെൻഡിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് ദ കൗണ്ട് ഓഫ് ദ സ്റ്റുഡൻസിന്റെ കൗണ്ട് അല്ല എന്ത് ചെയ്യുന്നത്, ഒരു ക്വാളിറ്റീനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, അവിടുത്തെ റിസൾട്ട് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡീസിലേക്ക് മാറണമെന്നാണ് എന്താ പറയാ ഞങ്ങളുടെ കോഡിന്റെ എന്താണ് ലക്ഷ്യമേ അത് തന്നെയാണ്. ഞങ്ങളുടെ കയ്യിൽ ഒരു കുട്ടീനെ കിട്ടുകയാണെങ്കിൽ അതൊരു റിസൾട്ട് ആക്കുക മസ്റ്റ്. ഇവിടെ ഉള്ള എല്ലാ ടീച്ചേഴ്സിന്റെയും എന്താണ് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റിസൾട്ട്. അത് തന്നെയാണ് എന്താണ്, എന്നാൽ മാത്രമേ ആ ഒരു മോട്ടിവേഷൻ ബാക്കിയുള്ള കുട്ടികൾക്ക് കിട്ടുള്ളൂ. അതെ, ഒരു മലയാളി കുട്ടി എന്താ പറയാ നീറ്റില് ഫസ്റ്റ് റാങ്ക് വന്നു കഴിഞ്ഞാൽ ആ മോട്ടിവേഷൻ എല്ലാ മലയാളികൾക്കും ഉണ്ടാവും, അല്ലെ? ആ മോട്ടിവേഷൻ ഇപ്പൊ ഇല്ലാണ്ട് വരികയാണ്. മലയാളികളുടെ പ്രാതിനിധ്യം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പൊ അതൊക്കെ മാറ്റം വരണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ കൺസേൺ എടുത്തു പറയുന്നത്. സോ ഈ കൺസേൺ നമ്മൾ പറയുന്നതിൽ എതിരഭിപ്രായങ്ങളുള്ളവരാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യാം. എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക, അത് നമുക്ക് സംസാരിക്കാം. അത് നമുക്ക് ഇതിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം. പറയുന്ന കാര്യം കൃത്യമാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺ പറയുക. അതിനനുസരിച്ച് നമുക്ക് എന്താണെന്നുള്ളത് അതൊരു ഡിസ്കഷൻ ആണ്, ഒരു ഓപ്പൺ ഡിസ്കഷനിലേക്ക് വെക്കാം. ഇതാ പോഡ്കാസ്റ്റിന്റെ ലക്ഷ്യം തന്നെയാണ്. ആ പോഡ്കാസ്റ്റിന്റെ ലക്ഷ്യം ഇത് തന്നെയാണ്. അതായത് ഒന്നും പറയാതിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. പറയുക, അത് എന്താണ്, ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുക്കാം, അല്ലെങ്കിൽ അവർക്ക് എടുക്കാം, ഇല്ലാത്തവർക്ക് തള്ളിക്കളയാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ്. ഈ ഒരു പോഡ്കാസ്റ്റിന്റെ എപ്പിസോഡ് ഇങ്ങനെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത് നമുക്ക് എന്താണ് കൺസേണുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ആ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു പോഡ്കാസ്റ്റിൽ കാണുന്നവരെ ബൈ. താങ്ക്സ്.